ഓർമ്മകളുടെ വസന്തം ചേർക്കുന്നതാണ് ഓരോ കഥയും. അങ്ങനെ ഒരു കഥയാണ് ചെമ്പരത്തി. ബാല്യകാലത്തിലേക്ക് ഓർമ്മകൾ പറന്നിറങ്ങുന്നത് പോലെ നമ്മളിലെത്തുന്ന ഒരു കഥയാണ് ചെമ്പരത്തി. അപ്പുറത്തെ പറമ്പിൽ നിന്ന് ആ ഒരു ശബ്ദം കേട്ടാണ് അങ്ങോട്ട് എത്തി നോക്കിയത്. അടുത്ത വീട്ടിലെ മോനായിരുന്നു. എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് തോന്നുന്നു. എന്നെ കണ്ടതും അവൻ എന്തോ നിന്ന് പരുങ്ങാൻ തുടങ്ങി. എന്താടാ കിട്ടു കാര്യം? അപ്പോഴാണ് ഞാൻ അവൻ്റെ കയ്യിൽ പൊട്ടിച്ചെടുത്ത ചെമ്പരത്തി പൂക്കൾ കണ്ടത്. ഇതിനാണോ ചെമ്പരത്തി പൂക്കൾ കൊണ്ട് നിനക്ക് എന്താണ് കാര്യം? ഞാൻ ചോദിച്ചു. അവൻ്റെ ചെവിയിൽ വയ്ക്കാൻ അല്ലാതെ എന്തിന്? അങ്ങോട്ട് വന്ന അവൻ്റെ അമ്മയാണ് അതിന് ഉത്തരം നൽകിയത്. എന്തിനാടാ നിനക്ക് ചെമ്പരത്തി? ഞാൻ വീണ്ടും ചോദിച്ചു. 1-2 പരീക്ഷണങ്ങൾ നടത്താനുണ്ട് ചേച്ചി. സ്കൂളിലെ ശാസ്ത്രമേളയാണ്. അതിനുവേണ്ടി ലിറ്റ്മസ് പേപ്പറില്ലേ, അതുണ്ടാക്കാനാ, അവൻ പറഞ്ഞു. 1-2 മതി ചേച്ചി, പൊട്ടിച്ചോട്ടെ. പൂക്കളോടും ചെടികളോടും സംസാരിക്കുന്ന ശീലം എൻ്റെ നാട്ടിൽ വളരെ പ്രസിദ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ പൂക്കളെ പൊട്ടിച്ചെടുക്കുക എന്നത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. ലിറ്റ്മസ് പേപ്പർ എന്ന് കേട്ടതും എൻ്റെ മുഖത്ത് ഓർമ്മകളുടെ പുഞ്ചിരി നിറഞ്ഞു. എൻ്റെ ഭാവവ്യത്യാസം കണ്ടിട്ടാവണം അവൻ ലിറ്റ്മസ് പേപ്പറിനെ കുറിച്ച് വാചാലനായി സംസാരിക്കാൻ തുടങ്ങി. അതുണ്ടല്ലോ ചേച്ചി, ഈ ചെമ്പരത്തി ഒരു വെളുത്ത പേപ്പറിൽ ഉരച്ചെടുത്താൽ ലിറ്റ്മസ് പേപ്പർ റെഡി. അതിൽ നമ്മൾ ആസിഡില്ലേ, നാരങ്ങ നീരിലെയും പുളിയിലെയും ആസിഡ്, അതൊഴിച്ചാൽ ഈ പേപ്പർ ചുവന്നു വരും. വലിയൊരു ശാസ്ത്രജ്ഞനെ പോലെ കാര്യങ്ങൾ എനിക്ക് വിശദീകരിച്ചു തരുന്ന അവനെ കണ്ടപ്പോൾ എൻ്റെ ഓർമ്മകൾ പോയതും അതേ വഴിക്ക് തന്നെയായിരുന്നു. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു ശാസ്ത്രമേള വന്നെത്തി. മൈക്രോസ്കോപ്പിലൂടെ പൂക്കളുടെ ഞരമ്പുകൾ കാണാനും ഉള്ളിയുടെയും സവാളയുടെയും കോശഘടകങ്ങൾ മനസ്സിലാക്കാനും ഇതേപോലെ വസ്തുക്കളിൽ ആസിഡിൻ്റെ അംശം കണ്ടെത്തിയും അത് മറ്റുള്ളവർക്ക് വിശദീകരിച്ച് നൽകിയും ഞങ്ങളിലെ ശാസ്ത്രജ്ഞർ പുറത്തേക്ക് ഇറങ്ങി വന്ന സമയം. പരീക്ഷണങ്ങൾക്ക് വേണ്ട വെളുത്ത ചെമ്പരത്തിയും കട്ട ചെമ്പരത്തിയും എത്തിക്കാമെന്ന് ഞാനായിരുന്നു ഏറ്റത്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകും വഴിയുള്ള പേരറിയാത്ത വീട്ടുകാരുടെ ചെമ്പരത്തി പൂക്കളായിരുന്നു എൻ്റെ ഉന്നം. മതിലിന് മുകളിലൂടെ കയ്യെത്തിപ്പിടിച്ച് ചെമ്പരത്തിയുടെ തണ്ട് ഞാൻ ഒടിച്ചെടുത്തതും ആ വീട്ടിലെ ചേട്ടൻ അങ്ങോട്ട് വന്നതും ഒരുമിച്ചായിരുന്നു. വഴക്ക് പറയുമെന്ന് ഞാൻ പേടിച്ചെങ്കിലും എന്നെ ഒന്ന് നോക്കിയിട്ട് പ്രത്യേകിച്ചൊരു ഭാവവ്യത്യാസമില്ലാതെ ചേട്ടൻ കടന്നുപോയി. പിന്നീട് ഒരിക്കൽ ആ വഴി കടന്നു പോയപ്പോൾ അവിടം ആകെ മാറിയതും ചെമ്പരത്തി പൂക്കൾക്ക് പകരം അവിടെ കടമുറികൾ വന്നതും ഞാൻ കണ്ടു. കാലങ്ങൾക്കിപ്പുറം മറ്റൊരു ലിറ്റ്മസ് പേപ്പറിൻ്റെ കഥ പറയാൻ എന്നെ നോക്കി ചെമ്പരത്തി പൂക്കൾ പുഞ്ചിരിച്ചു നിന്നു.